വടക്കാഞ്ചേരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പറയുകയാണെങ്കിൽ വടക്കാഞ്ചേരി ഏറെക്കുറെ UDF മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടത്. ദീർഘകാലം വടക്കാഞ്ചേരിയിൽ വിജയം ഉണ്ടായത് CPM-നല്ല എന്നുള്ളതാണ്. കാരണം അവിടെ കോൺഗ്രസിൻ്റെ ഒരു അപ്രഭാവത്വം ഉണ്ടായിരുന്ന സ്ഥലമാണ്. വലിയ വിജയം നേടുന്ന കാഴ്ചയാണ്. ഏതാണ്ട് 15,400 സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ചിറ്റലപ്പള്ളി അവിടെ വിജയിച്ച് കയറുന്നത്. ചാലക്കുടിയിൽ എന്തും സംഭവിക്കാം. ചാലക്കുടിയിലെ കാറ്റ് എങ്ങനെ വേണമെങ്കിലും മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കാം എന്നുള്ളതന്നെ നമ്മൾ ഇതിൽ കാണേണ്ടത്. ഈ രണ്ട് സ്ഥലത്തും എന്ത് സംഭവിക്കാം. UDF-നും LDF-നും തിരിച്ചടി കിട്ടാനും അല്ലെങ്കിൽ UDF LDF മാറി മാറി വരാനൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. രാജേട്ട നമസ്കാരം. രാജേട്ട, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് നിയോജക മണ്ഡലങ്ങളാണ്, തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടിട്ടുള്ള നിയോജക മണ്ഡലങ്ങളാണ്. ഒന്ന് വടക്കാഞ്ചേരിയും അതോടൊപ്പം തന്നെ ചാലക്കുടിയും. ചാലക്കുടി അവസാന നിമിഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് കോൺഗ്രസിൻ്റെ തന്നെ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള അഡ്വക്കേറ്റ് ബിജു ആണ്. അപ്പോൾ ചാലക്കുടിയിൽ ഇപ്രാവശ്യം മത്സരം കനത്തതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സനീഷ് ജോസഫിനെ കുറിച്ച് ഈ പറയുന്ന വലിയ രീതിയിലുള്ളൊരു അഭിപ്രായം ചാലക്കുടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ആണ് പൊതുവെയുള്ള ഒരു പൊതുജന സംസാരം എന്നുള്ളൊരു വസ്തുതയാണ്. ഒരു പ്രതിപക്ഷ MLA ആയിരിക്കുന്ന സമയത്ത് വികസനങ്ങൾ അധികമൊന്നും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എങ്കിൽ തന്നെയും ഒരു MLA-യുടെ പ്രസൻസ് വളരെ കുറവായിരുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ചാലക്കുടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിൽ ചിറ്റലപ്പള്ളി വളരെ മികച്ച ഒരു MLA ആണ് എന്നുള്ള പേര് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ആളുകളിൽ നമുക്ക് വ്യക്തമാകുന്നു. അങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവം UDF അനുകൂലമാണ്. എന്നാൽ എന്തായിരിക്കും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ വേണ്ടി പോവുക? വടക്കാഞ്ചേരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പറയുകയാണെങ്കിൽ വടക്കാഞ്ചേരി ഏറെക്കുറെ UDF മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടത്. കാരണം ആദ്യം അതായത് 1957 ഈ വടക്കാഞ്ചേരിയിലായാലും ശരി ചാലക്കുടിയിലായാലും ശരി രണ്ട് മണ്ഡലങ്ങളിലും CPI-യുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചാണ് തുടക്കം. പക്ഷെ പിന്നീട് അതിൻ്റെ ചരിത്രം മാറിയാണ്. CPI എന്ന് പറയുമ്പോൾ അന്നറിയാം CPM പിളർപ്പിന് മുൻപായിട്ടുള്ളത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന സമയത്ത് ചാലക്കുടിയിലാണെങ്കിൽ ചാത്തൻ എന്ന് പറഞ്ഞ ഒരു CPI-യുടെ നേതാവാണ് വിജയിച്ചു വന്നത്. അപ്പം വടക്കാഞ്ചേരിയിലാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചു വന്നത്. പക്ഷെ പിന്നീടുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ ദീർഘകാലം വടക്കാഞ്ചേരിയിൽ വിജയം ഉണ്ടായത് CPM-നല്ല എന്നുള്ളതാണ്. കാരണം അവിടെ കോൺഗ്രസിൻ്റെ ഒരു അപ്രഭാവത്വം ഉണ്ടായിരുന്ന സ്ഥലമാണ്. നമുക്കറിയാം, നാരായണൻ നമ്പൂതിരി എന്ന ഒരു കോൺഗ്രസ് നേതാവ് 5 ടേമിൽ തുടർച്ചയായി വിജയിച്ചു വന്നൊരു മണ്ഡലമാണ് വടക്കാഞ്ചേരി. പിന്നീട് അതിൻ്റെ ചരിത്രം മാറുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് V വെൽഡ്രാം ആയിരുന്നു അവിടെ പിന്നീട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. അദ്ദേഹം ജയിക്കുന്നു, 91 അദ്ദേഹം ജയിക്കുന്നു, പിന്നീട് വീണ്ടും ജയിക്കുന്നു. പക്ഷേ ഈ സമയത്ത് കേരളത്തിലുണ്ടായ വലിയൊരു രാഷ്ട്രീയ മാറ്റമുണ്ട്. കാരണം നമുക്കറിയാം, ഈ KPCC അധ്യക്ഷനായിരുന്ന K മുരളീധരൻ മന്ത്രിയാവുകയും വൈദ്യുതി വകുപ്പ് മന്ത്രിയാവുകയും അദ്ദേഹം വടക്കാഞ്ചേരിയിൽ വെൽഡ്രാം രാജിവെച്ചുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നേരിടുകയും AC മൊയ്തീൻ ആയിരുന്നു. അന്ന് AC മൊയ്തീൻ എന്ന് പറയുന്നത് അങ്ങനെ അറിയപ്പെടുന്ന ഒരു CPM-ന്റെ നേതാവൊന്നും ആയിരുന്നില്ല. പക്ഷേ AC മൊയ്തീൻ അവിടെ വിജയിച്ചു കയറുകയും കോൺഗ്രസ് അവിടെ തോൽക്കുകയും ചെയ്തു. അന്നുതൊട്ടാണ് മുരളീധരൻ്റെ കഷ്ടകാലം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുടെ ചരിത്രം മാറുന്നത്. അതിലെ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കക്ഷിയാണ്. അതെ, മുരളീധരന്റെ അടിതെറ്റിയ മണ്ഡലം എന്നുള്ള രീതിയിൽ വടക്കാഞ്ചേരിയിലെ ഒരു രാഷ്ട്രീയ ചരിത്രം തന്നെ വലിയ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. എനിക്ക് തോന്നുന്നു നമ്മൾ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മുരളീധരന്റെ തോൽവികൾ എന്ന് പിന്നീട് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ഈ വടക്കാഞ്ചേരിയുടെ ചരിത്രം മാറുന്നതാണ്. പിന്നീട് പക്ഷെ നമ്മൾ കണ്ടത് അനിൽ അക്കരെ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് അവിടെ അദ്ദേഹം ആടാട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിരിക്കും. 43 വോട്ടുകൾക്ക് ജയിച്ചു. അതെ, ചെറിയ വോട്ടിലാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ വിജയിച്ചു കയറുന്നു. അദ്ദേഹം MLA ആവുന്നു. പക്ഷേ വടക്കാഞ്ചേരി മറ്റേ റെഡ് ഫ്ലാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് 1ാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വലിയ വിവാദം, എല്ലാവർക്കും ലൈഫ് മിഷൻ പദ്ധതിയുമായി ഉണ്ടായ വിവാദം. ഈ വിവാദത്തോടുകൂടി നമ്മൾ കരുതേണ്ടിയിരുന്നത് കോൺഗ്രസിന് ആ സീറ്റ് കുറച്ചും കൂടി ശക്തമായ നിലയിൽ കയ്യിൽ വെക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ ഉണ്ടായത് എന്താണ്? അവിടെ ചിറ്റലപ്പള്ളി എന്ന ഒരു CPM-ന്റെ ഒരു നേതാവ് അവിടെ വലിയ വിജയം നേടുന്ന കാഴ്ചയാണ്. ഏതാണ്ട് 15,400 സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ചിറ്റലപ്പള്ളി അവിടെ വിജയിച്ച് കയറുന്നത്. ഇതോടുകൂടി കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ് വടക്കാഞ്ചേരി. ഇത്തവണയും വലിയ രീതിയിൽ അവിടെ മത്സരരംഗത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് അത്രയൊന്നും വലിയ പ്രതീക്ഷ വെക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് വടക്കാഞ്ചേരി എന്നുള്ള. എനിക്കൊന്ന് ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് നമ്പൂതിരിയെ മത്സരിക്കുന്നത്. അതെ, അപ്പോൾ നമ്പൂതിരിമാർക്ക് കുറച്ച് ചാൻസുള്ള സ്ഥലമാണ് എന്നുള്ളതാണ്. തൃശ്ശൂരിൻ്റെ ജില്ലയുടെ ഏറ്റവും അവസാനത്തെ മണ്ഡലം എന്നുള്ള രീതിയിൽ ചാലക്കുടിയിലേക്ക് വരികയാണെങ്കിൽ ചാലക്കുടിക്കും ഇതുപോലെയുള്ള ചില ചരിത്രങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം മണ്ഡല രൂപീകരണത്തിന്റെ ആദ്യ വോട്ടെടുപ്പിൽ വിജയിച്ചത് CPI-യുടെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പോലും പിന്നീട് അവിടെ PSP സ്ഥാനാർത്ഥി, അന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, ആ സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് വിജയിക്കുന്നത്. കേരള കോൺഗ്രസ് B വിജയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ബിയും കേരള കോൺഗ്രസും ഒക്കെ വിജയിച്ച ഒരു സ്ഥലമാണ്. പിന്നീട് റോസമ്മ ചാക്കോ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. റോസമ്മ ചാക്കോ വിജയിക്കുന്നു. 2 ടേമിൽ സാവിത്രി
സാവിത്രി ലക്ഷ്മൺ വിജയിക്കുന്നു. സാവിത്രി ലക്ഷ്മൺ പിന്നീട് റോസമ്മ ചാക്കോ ഇടുക്കിന്ന് കൊണ്ടുവന്നിട്ടില്ല അനുസരിച്ച് അവിടെ ജയിക്കുന്നു. അവര് പക്ഷെ ഒറ്റ ടൈമിലേ അവരുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മുടെ സാവിത്രി ലക്ഷ്മണിന് സീറ്റ് ഇല്ലാതായ എനിക്ക് ഈ റോസമ്മ ചാക്കോ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കരുണാകരന്റെ ഗ്രൂപ്പിൽ നിന്ന് അവര് എ ഗ്രൂപ്പിലേക്ക് മാറിയതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊന്ന് VM സുധീരനാണ് ഈ റോസമ്മ ചാക്കോയെ ഇടുക്കിയിൽ നിന്ന് ഇവിടെ ചാലക്കുടി കൊണ്ടേ മത്സരിപ്പിക്കുന്നത്. അതെ, അന്നൊരു ഷുവർ സീറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവരവിടെ മത്സരിപ്പിച്ചത്. പക്ഷെ തുടർന്ന് അവർക്ക് അവിടെ സീറ്റ് കിട്ടുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പിന്നീട് കുറച്ചും കൂടി കർണാടക ഗ്രൂപ്പിന് കുറച്ചും കൂടി സ്വാധീനമുള്ള, അല്ലെങ്കിൽ കർണാടക ഗ്രൂപ്പിന്റെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ, ഒരു വനിതാ നേതാവ് എന്നുള്ള രീതിയിൽ സാവിത്രി ലക്ഷ്മണൻ രംഗത്ത് വരുന്നു. സാവിത്രി ലക്ഷ്മണനെയാണ് പിന്നെ അവിടെ മത്സരിപ്പിക്കുന്നത്. മുകുന്ദപുരം MP ആയിരുന്നു. അതെ, മുകുന്ദപുരം പിന്നീട് പിന്നെ പത്മജിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നു. അവർ പിന്നീട് സ്ഥാനാർത്ഥിയാവുന്നു. പക്ഷെ നമ്മൾ കണ്ടൊരു കോൺഗ്രസിൽ പിളർപ്പുണ്ടായി. കർണാടക DAC ഉണ്ടാക്കിയപ്പോൾ അവിടെ ഇലക്ഷനിൽ വീണ്ടും ഇദ്ദേഹം സാവിത്രി ലക്ഷ്മൺ മത്സരിക്കുന്നു. കരുണാകരൻ ഗ്രൂപ്പിന്റെ സ്വാധീനം അവിടെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവർ മറ്റൊരു മുന്നണിയിലേക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ സാവിത്രി ലക്ഷ്മണൻ തോക്കുന്നു. ദേവസി ഒരു തോൽറ്റോടുകൂടിയാണ് പിന്നീട് ദേവസി യുഗം ആരംഭിക്കുന്നത്. വി ഡി ദേവസിയാണ് പിന്നീട് ചാലക്കുടിയിൽ 3 ടേമിൽ MLA ആവുന്നത്. വി ഡി ദേവസി മാറിയതിന് ശേഷമാണ് ഇപ്പൊ സനീഷ് കഴിഞ്ഞ തവണ ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു ചരിത്രം മൊത്തത്തിൽ വളരെ ചുരുക്ക വോട്ടുകൾക്ക് 1000-ന് മേലുള്ള താഴെയുള്ള വോട്ടിന് ഭൂരിപക്ഷത്തിന്. അതെ, എങ്കിൽ പോലും ഇതിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു പിന്നെ മണ്ഡലമാണ് ഈ ചാലക്കുടി എന്ന് നമ്മൾ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ശക്തമായ UDF പിന്തുണയുള്ള ഒരു സ്ഥലമോ അല്ലെങ്കിൽ ശക്തമായ ഒരു LDF തരംഗമുള്ള സ്ഥലമോ അല്ല ചാലക്കുടി. അതുകൊണ്ട് ചാലക്കുടിയിൽ എന്തും സംഭവിക്കാം. ചാലക്കുടിയിലെ കാറ്റ് എങ്ങനെ വേണമെങ്കിലും മാറി മറിഞ്ഞും കൊണ്ടിരിക്കാം എന്നുള്ളതന്നെ നമ്മൾ ഇതിൽ കാണേണ്ടത്. ഇപ്പൊ സനീഷിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞു, അത്രയും ജനകീയനല്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ അങ്ങനെ ഇടപെട്ടതാണ്. പക്ഷെ അവിടെ ഈ റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുറെ കാലമായിട്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഈ NH അടച്ചിടുന്നു. അവിടെ ദീർഘനേരം ബ്ലോക്കായിട്ട് വരുന്ന അവസ്ഥയുണ്ട്. ഈ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും പ്രത്യക്ഷ സമരമൊക്കെ നയിച്ചുകൊണ്ട് അദ്ദേഹം സനീഷ് അവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാരണം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച്, പക്ഷെ അവിടെ ഈ അതിരപ്പള്ളി ഭാഗത്തൊക്കെയുള്ള ആദിവാസികളുടെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവിടെ എന്താ പറയുക, ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ് അതിരപ്പള്ളി, വാഴച്ചാൽ. അതിരപ്പള്ളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട, പക്ഷെ അതിരപ്പള്ളി, വാഴച്ചാൽ, അതോടൊപ്പം തന്നെ കാലടി പ്ലാന്റേഷൻ, വലിയ ഫോറസ്റ്റ് ഏരിയ ഒക്കെയുള്ള ഒരുപാട് ടൂറിസം സാധ്യതകൾ ഉള്ള ഒരു സ്ഥലമാണ് ചാലക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാലക്കുടിയും അങ്കമാലിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ടൂറിസം മേഖലയെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പക്ഷെ 2 MLA-മാരും പ്രതിപക്ഷ MLA-മാരായിരിക്കാം, പക്ഷെ ഒരു പദ്ധതി മുമ്പോട്ട് വയ്ക്കാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതിന് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, അത് കുറച്ചും കൂടി സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് തന്നെ നടപ്പിലാക്കേണ്ട ഒരു വലിയ ടൂറിസം പദ്ധതിയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട്, അല്ലെ പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊക്കെയുള്ള ഇതൊക്കെ മറന്നുകൊണ്ട് അവിടെ അത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണല്ലോ അതിരപ്പള്ളി. അപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് വലിയ ടൂറിസം വികസനത്തിന് സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സാധ്യതകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ കുറച്ച് 10% മാത്രമേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം അവിടെ റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് കേരളത്തിന് തന്നെ വലിയ മുതൽക്കൂട്ട്. നമുക്കറിയാം ആന്ധ്ര, തുമ്പൂർ മൊഴി, ഇതൊക്കെ അവിടെ ആ ഏരിയ. അതെ, ആന്ധ്ര തൊട്ടുള്ള കർണാടകത്തിൽ നിന്ന് ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വലിയ തോതിൽ ഈ വെക്കേഷൻ കാലത്തൊക്കെ വലിയ തോതിൽ ടൂറിസ്റ്റുകൾ വരില്ല. അതുകൊണ്ട് മലയാറ്റൂറുണ്ട്, തീർത്ഥാടനങ്ങളുണ്ട്. അതൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇരിക്കുന്ന മുളകുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ കാലടി, പെരിയാർ ഇതുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ വലിയ ടൂറിസം സാധ്യതകളുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് ഇനിയെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് വലിയൊരു പ്രത്യേക ഒരു പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് സർക്കാർ ഏറ്റെടുത്ത് സർക്കാരിൻ്റെതായ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കേണ്ട പദ്ധതിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ അങ്കമാലി, ഈ ചാലക്കുടി അടുത്തടുത്ത ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെ വലിയ സ്വാധീനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പം നമുക്കറിയാം അങ്കമാലി ഇടക്കാലത്ത് UDF-ന്റെ കയ്യിലായിരുന്നു, അതിന് മുന്നേ LDF-ന്റെ കയ്യിലായിരുന്നു. ഇതേ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയായിരുന്നു ചാലക്കുടിയിൽ. ഇപ്പം അങ്ങനെ ചില സ്വാധീനങ്ങൾ ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചാലക്കുടി ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണല്ലോ ഇതൊക്കെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ, വിജയപരാജയങ്ങളെയൊക്കെ ഈ ഇത് ഈ അങ്കമാലിയിൽ ജോസ് ഒരു വിവാദത്തിൽ പെടാതിരുന്നുവെങ്കിൽ ഇപ്പോഴും അങ്കമാലിയിൽ ജോസ് MLA ഇരുന്നത്. കാരണം എന്താ വെച്ചാൽ ജോസ് തെറ്റലിന്റെ അത്രയും അങ്കമാലിയിൽ വികസനം കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു MLA അങ്കമാലി ഇല്ല എന്നുള്ളതൊരു വാസ്തവം കൂടിയാണത്. അല്ല, അത് മാത്രമല്ല അദ്ദേഹത്തിന് ഈ ചിൽഡ്രൻ ഫിലിം സൊസൈറ്റി
പാർട്ടിയുമായി ബന്ധപ്പെട്ടും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഉള്ള രീതിയിൽ അവിടെയുള്ള പബ്ലിക്കുമായിട്ട് കുറച്ചധികം ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമ്മളിൽ മറക്കാതിരിക്കണം. കാരണം അദ്ദേഹം അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും പൊതുപ്രവർത്തന എന്ന രീതിയിലും സാംസ്കാരിക പ്രവർത്തന രീതിയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ചില നിർഭാഗ്യങ്ങളിൽപ്പെട്ട് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ തിരിച്ചടികൾ നേരിടുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നീലലോഹിത നാടാറൊക്കെ രാഷ്ട്രീയത്തിൽ വലിയ ശോഭിച്ചു പോകേണ്ടിയിരുന്ന വളരെ ഗംഭീരനായ സോഷ്യലിസ്റ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹവും ഇത്തരത്തിലുള്ള കേസിൽപ്പെട്ട് ഇല്ലാതായി പോയൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ വടക്കാഞ്ചേരിയിലെ രാഷ്ട്രീയ ചരിത്രം മറ്റൊന്നാണ്, ചാലക്കുടിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒന്നാണ്. വടക്കാഞ്ചേരി എല്ലാ കാലത്ത് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾക്കൊക്കെ കാരണമായിരുന്ന, അല്ലെങ്കിൽ വിവാദങ്ങളുടെ ഭൂമി കൂടിയായിരുന്നു. വിവാദം മീൻസ് ഉദ്ദേശിച്ചത് കെ മുരളീധരന്റെ തോൽവിയാണ് അതിലൊരു ഏറ്റവും വലിയ വിവാദം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാവുന്നതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും എന്ത് സംഭവിക്കാം, UDF നും LDF നും തിരിച്ചടി കിട്ടാനും അല്ലെങ്കിൽ UDF LDF മാറി മാറി വരാനൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.